ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാ ഭദ്രം പശ്യേമാക്ഷഭിः യജത്രാः സ്ഥിരൈः അംഗൈः തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുഃ ഭദ്രം നോ അഭിവാതയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. ഈ മുണ്ടക ഉപനിഷത്തിലെ രണ്ടാം മുണ്ടകത്തിലെ ഒന്നാം കാണ്ഡത്തിലെ 4-ാമത്തെ മന്ത്രം, അഗ്നിർമൂർധ ചക്ഷുഷി ചന്ദ്രസൂര്യൗ ദിശ ശ്രോത്രേ വാഗ്വിവൃതാശ്ച വേദാഃ വായു പ്രാണോ ഹൃദയം വിശ്വമസ്യ പദ്ഭ്യാം പൃഥിവീഹ്യേഷ സർവഭൂതാന്തരാത്മാ. അസ്യ യസ്യ ആരുടെ, മൂർധ മൂർധാവ് ശിരസ്, അഗ്നി അഗ്നിയും ദ്യുലോകവും, ചക്ഷുഷി ചക്ഷുസുകൾ ചന്ദ്രസൂര്യന്മാരും, കണ്ണുകൾ ചന്ദ്രസൂര്യവും ചന്ദ്രസൂര്യന്മാരും, ശ്രോത്രേ ശ്രോത്രങ്ങൾ ചെവികൾ, ദിശ ദിക്കുകളും, വാക്ക് വാക്ക്, വിവൃത വിവൃതങ്ങളായ വെളിപ്പെടുത്തിയിരിക്കുന്ന വേദങ്ങളും, പ്രാണ പ്രാണൻ വായുവും, ഹൃദയം ഹൃദയം അന്ധഃകരണം, വിശ്വം ജഗത്തും ആകുന്നു. പദ്ഭ്യാം പാദങ്ങളിൽ നിന്നു പൃഥിവി ഭൂമി, അജായത ഉണ്ടായി. ഏഷ ഈ ദേവൻ, സർവഭൂതാന്തരാത്മാ എല്ലാ ഭൂതങ്ങളുടെയും അന്തരാത്മാവാകുന്നു. പ്രഥമജനായ ഹിരണ്യഗർഭൻ എന്ന പ്രാണനിൽ നിന്ന് അണ്ഡത്തിനുള്ളിൽ ഉണ്ടാകുന്ന വിരാട് തത്വവും, തത്വങ്ങളാൽ വ്യവഹിതൻ, മധ്യേ മറവുള്ളവൻ എന്ന പോലെ തോന്നുന്നു എങ്കിലും ഈ പുരുഷനിൽ നിന്നു തന്നെയാണ് ജനിക്കുന്നത്. പുരുഷമയനുമാണ് എന്ന് ഈ മന്ത്രം കൊണ്ട് കാണിക്കുന്നു. ആ വിരാട്ടിൻ്റെ വിശേഷണങ്ങളും ഇവിടെ പറയുകയാണ്. ഇതിൽ ഉള്ള അസ്യ എന്ന പദത്തെ യസ്യ എന്നാക്കിയാൽ യസ്യ മൂർധ യസ്യ ചക്ഷുഷി ഇത്യാദിയായി സംബന്ധിച്ചു കൊള്ളണം, അതിനെ ബന്ധിപ്പിച്ചു കൊള്ളണം. അഗ്നി എന്നത് ദ്യുലോകമാകുന്നു. അസൗവാവലോകേ ഗൗതമാഗ്നി, ഗൗതമ ഈ ദ്യുലോകമാണ് അഗ്നി എന്നറിയപ്പെടുന്നത് എന്ന ശ്രുതി കൊണ്ട് അതറിയാം. ആ അഗ്നിയാകുന്നു അവൻ്റെ മൂർധാവ്. ചന്ദ്രസൂര്യന്മാർ ആ പുരുഷൻ്റെ കണ്ണുകളാകുന്നു. വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള വേദങ്ങൾ, നമുക്ക് അറിയുന്ന വേദങ്ങൾ എല്ലാം ആ പുരുഷൻ്റെ വാക്കുകളാണ്. ആ പുരുഷൻ്റെ പ്രാണൻ വായുവും, അന്ധഃകരണം ഈ ജഗത്ത് മുഴുവനുമാണ്. അന്ധഃകരണ വികാരം തന്നെയാണല്ലോ ജഗത്തെല്ലാം. എന്നാൽ അത് സുഷുപ്തിയിൽ മനസ്സിൽ തന്നെ ലയിക്കുകയും ഉണരുമ്പോൾ വീണ്ടും തീയിൽ നിന്ന് പൊരികൾ എന്ന പോലെ മനസ്സിൽ നിന്നുണ്ടാവുകയും ചെയ്യുന്നതായി കാണാം. അവൻ്റെ പാദങ്ങളിൽ നിന്നാണ് ഭൂമി ഉണ്ടായത്. ത്രൈലോക്യമാകുന്ന ദേഹത്തോടു കൂടിയവനും സർവവ്യാപിയും അനന്തനും അനന്തമായിട്ടുള്ളവനും ഒന്നാമത്തെ ശരീരമായ ഈ ദേവൻ, ഈ പുരുഷൻ എല്ലാ ഭൂതങ്ങൾക്കും അന്തരാത്മാവാകുന്നു. ഇവിടെ ആ പുരുഷനെക്കുറിച്ച്, ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന ആ പുരുഷനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആ പുരുഷൻ്റെ അംഗങ്ങളെല്ലാം എങ്ങനെയാണെന്നും ഏതെല്ലാമാണെന്നും ആണ് ഈ മന്ത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെ ശിരസ് എന്നത്, മൂർധാവ് എന്നത് എന്താണെന്ന് പറഞ്ഞു. അസ്യ മൂർധ യചക്ഷുഷി എന്ന് പറഞ്ഞു. അതിൻ്റെ ആ മൂർധ കൊണ്ട് അഗ്നിയാകുന്നു ആ പുരുഷൻ്റെ മൂർധാവ്. കണ്ണുകൾ ചന്ദ്രസൂര്യന്മാരും, വാക്കുകൾ വേദങ്ങളും, പ്രാണൻ വായുവും,
അന്ധകരണം ഈ ലോകവും, പിന്നീട് പാദങ്ങൾ ഭൂമിയും, ദേഹം ത്രൈലോക്യവുമാകുന്നു. ആ പുരുഷൻ സർവ്വവ്യാപിയും കൂടിയാകുന്നു എന്നാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞു തരുന്നത്.